ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മദേഴ്സ് ഡേ അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്നു. യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ഈ മദേഴ്സ് ഡേ എന്ന് പറയുന്നത്. കാരണം ആ ദിവസം നമുക്ക് നമ്മുടെ അമ്മയെ ആദരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അമ്മയെ ആദരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റുള്ളവരെ ആദരിക്കാം, അവരെ വിളിക്കാം, വിഷ് ചെയ്യാം, ഒരു ട്രീറ്റ് കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വലിയൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഇത് നല്ലൊരു കണ്ടന്റ് ആണ്. ഇത് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആളൊക്കെ കാണും, അതിലൂടെ വരുമാനം കിട്ടും. അപ്പോൾ ഈ വ്ളോഗേഴ്സിനെ സംബന്ധിച്ച് മദേഴ്സ് ഡേ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അങ്ങനെ ഈ വർഷത്തെ മദേഴ്സ് ഡേയും കഴിഞ്ഞുപോയി. പലരുടെയും വ്ളോഗുകളൊക്കെ മദേഴ്സ് ഡേ സംബന്ധിച്ചുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി ദിയ കൃഷ്ണയുടെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ട്, മദേഴ്സ് ഡേ അനുബന്ധമായിട്ടുള്ള വ്ളോഗ്. അപ്പൊ ഈ മദേഴ്സ് ഡേക്ക് ദിയ ആദരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മദേഴ്സ് ഡേ സ്പെൻഡ് ചെയ്യുന്നത് ദിയയുടെ അമ്മായിയമ്മയുടെ കൂടെയാണ്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ അമ്മ, അശ്വിന്റെ അമ്മയുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ദിയ അങ്ങോട്ടൊരു ട്രീറ്റ് കൊടുക്കുന്നതല്ല, ദിയയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റാതെ പോയൊരു ട്രീറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് അശ്വിന്റെ അമ്മ വിളിച്ചിട്ടാണ് ദിയ പോകുന്നത്. ലീലയിൽ വെച്ചിട്ടാണ് അതിന്റെ ഒരു ഫംഗ്ഷനൊക്കെ, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു ലഞ്ച് കഴിക്കാനാണ് അവർ പോകുന്നത്. അപ്പൊ ഇതിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ദിയ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ വളരെ നെഗറ്റീവ് കമന്റ് കിട്ടിയ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ദിയ അതിന്റെ മുന്നോടിയായി പറയുന്ന കാര്യങ്ങൾ, ഒന്ന് രണ്ട് കമന്റിനുള്ള റിയാക്ഷനാണ്. ദിയയുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കമന്റിന് ദിയ റിയാക്ട് ചെയ്യുന്നതായിട്ടാണ്. അപ്പൊ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ, ദിയ എന്തുകൊണ്ടാണ് എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്, അശ്വിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ, അശ്വിന്റെ വീടുമായിട്ട് അടുപ്പല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് ദിയ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ദിയ പറയുന്ന കാര്യങ്ങൾ, എന്റെ കംഫർട്ട് സോണിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ എന്റെ വീടാണ് എന്റെ കംഫർട്ട് സോൺ. അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് നിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. അതിന് ഞാൻ എന്തിനാണ് അശ്വിന്റെ വീട്ടിൽ പോകുന്നത്, അശ്വിന്റെ വീട്ടിലല്ലോ എന്റെ കംഫർട്ട് സോൺ എന്നാണ് പറയുന്നത്. നമ്മൾ ദിയയുടെ ചാനലിൽ എപ്പോഴും അശ്വിനെ കാണാറുള്ളത് ദിയയുടെ വീട്ടിലാണ്. ഒന്നുമില്ലെങ്കിൽ അവർ ഒന്നിച്ചുള്ള ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ ദിയയുടെ വീട്ടിൽ രാത്രിയും പകലും ഒക്കെ അശ്വിൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദിയ ഒരിക്കൽ പോലും നമ്മൾ അശ്വിന്റെ വീട്ടിൽ രാത്രി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. അപ്പോ ചോദിക്കാനുള്ളത്, ഈ പറയുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്ന സംഭവം അത് ദിയയ്ക്ക് മാത്രമുള്ളതാണോ, അശ്വിനും കൂടെ വേണ്ടതല്ലേ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തുല്യത, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തുല്യരായിരിക്കണം എന്നൊക്കെ പറയും. കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയും. എന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് പെൺകുട്ടികൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു എന്നുള്ളത് മാറിയിട്ട്, ഹസ്ബൻഡിന് വേണമെങ്കിൽ വിവാഹം കഴിച്ച് പെണ്ണിന്റെ വീട്ടിൽ വന്ന് താമസിക്കാലോ, അല്ലെങ്കിൽ പെണ്ണിന് വിവാഹം കഴിച്ച് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവരാലോ എന്നുള്ള രീതിയിലൊക്കെ വളരെ പുരോഗമനപരമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു വിവാഹം കഴിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുന്നതും, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഹസ്ബൻഡ് ഈ വൈഫിന്റെ വീട്ടിൽ വന്നു നിൽക്കുന്നതും തുല്യത എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് രണ്ടു പേർക്കും ഒരേപോലെ പ്രാധാന്യം കിട്ടണം എന്നുള്ളതാണ്. ഇപ്പൊ അശ്വിനും ഇതേപോലത്തെ ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരിക്കുമല്ലോ സ്വന്തം വീട്ടിൽ. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെ, അമ്മ എനിക്കൊരു ചിക്കൻ കറി വേണമെന്ന് പറയാനോ, അല്ലെങ്കിൽ ചിക്കന്റെ ഇന്ന പീസുകൾ വേണമെന്ന് പറയാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം അത് സ്വന്തം വീട്ടിലാണ് അശ്വിന് കൂടുതലായിട്ട് കിട്ടുക. കാരണം ഈ ദിയയുടെ വീട്ടിൽ അത് അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അശ്വിന് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ചില വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഇത്രയും ഒരു ധാർഷ്ട്യത്തോടു കൂടെ എന്റെ കംഫർട്ട് സോണിലല്ല ഞാൻ നിൽക്കണ്ടേന്ന് പറയുമ്പോൾ, അപ്പുറത്ത് ഭർത്താവ് നിൽക്കുന്നുണ്ട്, ഭർത്താവിനും ഒരു കംഫർട്ട് സോൺ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകുന്നതാണോ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് മാതൃദിനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കമന്റിനെ കുറിച്ചാണ് ദിയ റിയാക്ട് ചെയ്യുന്നത്. ദിയയുടെ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു, സിന്ധു കൃഷ്ണയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അശ്വിന്റെ അമ്മയെ അമ്മ എന്ന് വിളിച്ചൂടെ, എന്തിനാണ് അവരെ അശ്വിന്റെ അമ്മ എന്ന് എപ്പോഴും സംബോധന ചെയ്യുന്നത് എന്നാണ് ഒരു കമന്റ് വന്നിട്ടുള്ളത്. അതിനെ കുറിച്ചാണ് ദിയ പറയുന്നത്. അതിന് ദിയ പറയുന്ന മറുപടി, നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പോണത് കുറച്ച് കുറയും. ഇത് വളരെ ബോൾഡായിട്ട്, അല്ലെങ്കിൽ അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ പോലെ ദിയ പറയുന്ന കുറെ കാര്യങ്ങൾ. ദിയ പറയുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊരു അമ്മ ഉണ്ട്, അത് ഈ പറയുന്ന സിന്ധു കൃഷ്ണയാണ്. ആ സിന്ധു കൃഷ്ണയെ ഞാൻ അമ്മ എന്ന് വിളിച്ചാൽ പോരെ, എന്തിനാണ് ഞാൻ വഴിയെ പോണ ആരെങ്കിലും കയറിയിട്ട് അമ്മ എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അശ്വിന്റെ അമ്മ സാധാരണ വഴിയെ പോകുന്ന ആരോ പോലെയുള്ള ഒരു വ്യക്തിയാണ്, അവരെ ഞാൻ എന്തിനാണ് അമ്മ എന്ന് വിളിക്കുന്നത് എന്നാണ് ദിയയുടെ ചാനലിലൂടെ ചോദിച്ച കാര്യമാണ് പറയുന്നത്. ഇത് വെറുതെ നമ്മളൊരു റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോക്കാർ നടത്തുന്ന വളച്ചൊടിച്ചുള്ള ഡയലോഗൊന്നും അല്ല. ദിയ ശരിക്കും അവരുടെ ചാനലിലൂടെ പറഞ്ഞ കാര്യമാണ്. വഴിയിൽ പോകുന്നവരെയൊക്കെ എന്തിനാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് അവരുമായിട്ട് പലപ്പോഴും അമ്മായിമ്മ പോരോ മരുമകൾ പോരോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അമ്മയെ കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കാറും പറയാറും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാലും മിക്ക ആളുകളും ഹസ്ബൻഡിന്റെ അമ്മ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ഈ ഹസ്ബൻഡിന്റെ അമ്മയെയും നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് മിക്ക ആളുകളും കണക്കാക്കുന്നത്. ചിലപ്പോൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, തോന്നിയ പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹസ്ബൻഡിന്റെ അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു അമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ദിയ അതിനെ പറയുന്നത്, ആ ഒരു വിഷയത്തെ പറയുന്നത്, ഞാൻ അവരെ ആന്റി എന്നാണ് വിളിക്കുന്നത്, എന്തിനാണ് ഞാൻ വല്ലവരെ അല്ലെങ്കിൽ വഴിയിൽ പോകുന്നവരെയൊക്കെ എന്തിനാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് എന്നാണ്
എന്നാണ് പറയുന്നത്. എന്തായാലും ദിയയുടെ അഭിപ്രായമാണ്. പക്ഷെ ദിയ പിന്നെ അതിനെ തുടർന്ന് പറയുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഓമി വിവാഹം കഴിഞ്ഞിട്ട് ഓമി വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ അമ്മയെ പോയിട്ട് അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ് ആവും എന്നാണ് ഈ പറയുന്ന ദിയ പറയുന്നത്. എന്തിനാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം സ്വന്തം മകൻ വിവാഹം കഴിച്ച് അവന് ആ ഒരു ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയായി തോന്നുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നതിന് എന്തിനാണ് ഇത്രമാത്രം സ്ട്രെസ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കത് കേൾക്കുമ്പോൾ വളരെ ഒരു മോശം പ്രസ്താവനയായിട്ട് തോന്നും. എന്തിനാണ് വഴിയെ പോകുന്നവരൊക്കെ ഞാൻ അമ്മ അമ്മ എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. പിന്നെ വളരെ ഒരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടാണ് പറയുന്നത്. ഞാൻ അവരെ ആന്റി എന്നാണ് വിളിക്കുന്നത്, ഞാൻ അശ്വിന്റെ അച്ഛനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, എന്റെ അമ്മയെ അശ്വൻ ആന്റി എന്നാണ് വിളിക്കുന്നത്, എന്റെ അച്ഛനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദിയയുടെ വ്ളോഗുകൾ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കാണുന്നതാണ്. ദിയയുടെ വിവാഹത്തിന് മുൻപും കാണുന്നതാണ്. ദിയ ഈ അശ്വിന്റെ അമ്മയെ മീനമ്മ എന്നാണ് വിളിച്ചിരുന്നത്. മീനമ്മ, അതില് അമ്മ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ പറയില്ലേ ഈ പാലം കിടക്കുവോളം നാരായണ എന്ന് വെച്ചാല് ഈ വിവാഹത്തിന് മുൻപ് സോപ്പിടാനായിട്ട് നമ്മൾ പോയിട്ട് അമ്മ മീനമ്മ എന്നൊക്കെ വിളിക്കുകയായിരിക്കും. പിന്നെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് സോപ്പിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. കാരണം അവരുടെ സ്വന്തമായിട്ടുള്ള മകൻ ഇവരുടെ സ്വന്തമായിട്ട് തീർന്നല്ലോ. അപ്പൊ പിന്നെ വേണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ആന്റി എന്ന് വിളിച്ചാലും പ്രശ്നമില്ല, നിങ്ങൾ എന്നെ എന്ത് കരുതിയാലും പ്രശ്നമില്ല, നിങ്ങൾക്കൊക്കെ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാണ് അവരെയൊക്കെ പോയിട്ട് ഇത്രയും ഒരു ധാർഷ്ട്യത്തോടു കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ. അതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റുകൾ അല്ലാതെ ഒന്നുമില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. എല്ലാം നെഗറ്റീവ് കമന്റ് ആണ്. എന്തിനാണ് ഇത്ര ശരിയാണ്, നമുക്ക് അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അവര് തന്നെയാണ് നമ്മൾ അമ്മയും അച്ഛനും അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത്രയും അഹങ്കാരത്തോടു കൂടെ എനിക്ക് അമ്മയും അച്ഛനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് വേറുള്ളവരെ പോയിട്ട് അമ്മ അച്ഛ വിളി എന്നൊക്കെ ഇങ്ങനെ പോയിട്ട് വന്ന് ഇരുന്ന് തള്ളുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. എത്രമാത്രം ആളുകൾക്ക് ഇത് ശരിയാണ് തെറ്റാണ്. പൊതുവേ ഹസ്ബൻഡിന്റെ അമ്മമാരെ മിക്കവർക്കും ഇഷ്ടമല്ല, അമ്മായിമ്മ എന്നുള്ള കണ്ണിലൂടെ ആയിരിക്കാം കാണുന്നത്. അതുകൊണ്ട് പലരും ഈ പറയുന്ന ഓസിയെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ പിന്നീട് സാധ്യതയുണ്ട്. കൂടുതൽ കമന്റുകൾ വരുമ്പോൾ ചിലപ്പോൾ സാധ്യത ഉണ്ടായിരിക്കാം. എന്നാലും ഹസ്ബൻഡിന്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. ഇപ്പോൾ അശ്വിൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല പെരുമാറ്റമുള്ള, ഓസിക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, ഒരെതിരഭിപ്രായം പോലും പറയാത്ത, നമ്മൾ അടിമ എന്ന് പറയില്ലേ ആ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്രയും പൊളൈറ്റ് ആയിട്ട് അത്രയും നല്ലതായിട്ട് ആ മകനെ വളർത്തി വലുതാക്കി ഈ ഓസിക്ക് കൊടുത്ത ഈ അമ്മയും അച്ഛനെയും വളരെ കൂളായിട്ട് വഴിയിൽ നിൽക്കുന്നവരെയൊക്കെ ഞാൻ എന്തിനാണ് അമ്മ എന്ന് വിളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു പോയി എന്നുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് മദേഴ്സ് ഡേക്ക് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ, അശ്വിന്റെ അമ്മയ്ക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത്രയെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ തോന്നും. എന്താണ് ഓസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക തോന്നുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തം മകന്റെ ഭാര്യ പറയാണ് ഞാൻ എന്തിനാ വഴി പോണവരെയൊക്കെ അമ്മ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കഷ്ടം തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.